ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ചുണ്ടിൽ ഭയങ്കരമായിട്ട് കറുപ്പൊക്കെ ഉണ്ടായിട്ട് പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ ചാപ്റ്റ് ഡ്രൈനെസ് ഒക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ ഭയങ്കര കറുത്ത ലിപ്സ് നമുക്ക് എങ്ങനെ ചുവന്ന ലിപ്സ് ആക്കി മാറ്റാം. അപ്പോൾ അതിനൊക്കെ ആയിട്ടുള്ള ഒരു ബെസ്റ്റ് സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നോർമലി നമ്മുടെ ലിപ്സിൽ ഈ ഒരു പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ ഈ കറുപ്പ് ഉണ്ടാവുന്നതിന് മെയിൻ ആയിട്ടുള്ള കാര്യം, നമ്മളൊക്കെ ലിപ്സ്റ്റിക് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്കിൽ ധാരാളം കെമിക്കൽസ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. ആ ഒരു കെമിക്കൽസിന്റെ ഒക്കെ റിയാക്ഷൻ കൊണ്ടിട്ടാണ് നമ്മുടെ ചുണ്ട് കറുക്കാൻ വേണ്ടിയിട്ട് ഒരു കാരണം എന്ന് പറയുന്നത്. അല്ലാതെ നോർമലി ചിലരുടെ സ്കിന്നിന്റെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം കൊണ്ടിട്ടും ഈ ഒരു ഡാർക്ക്നെസ് ഉണ്ടാവും. അപ്പോൾ നെക്സ്റ്റ് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഡെഡ് സെൽസ് ആയിട്ടുള്ള സെൽസും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് അടിഞ്ഞു കൂടിയിട്ട് അതും നമ്മുടെ ചുണ്ട് പിഗ്മെന്റഡ് ആവാനും അല്ലെങ്കിൽ ചാപ്ഡ് ആവാനും ഡ്രൈ ഒക്കെ ആവാൻ വേണ്ടിയിട്ട് ഒരു കാരണമാവും. അപ്പോൾ അതിനൊക്കെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ലിപ് സെറം. അപ്പോൾ ഈ ഒരു ലിപ് സെറം നമ്മൾ നോർമലി ലിപ് ബാം അല്ലെങ്കിൽ മറ്റ് ലിപ് ക്രീമൊക്കെ ആയിട്ട് കമ്പാരിസൺ ചെയ്യുമ്പോൾ എന്തുകൊണ്ടിട്ടാണ് നമുക്ക് പെട്ടെന്നുള്ള ഒരു ഇൻസ്റ്റന്റ് റിസൾട്ട് കിട്ടുന്നതിന് കാരണം നോക്കുകയാണെങ്കിൽ, നോർമലി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, സെറം എന്ന് പറയുന്നത് വളരെ ലൈറ്റ് ആണ്. അതുകൊണ്ടിട്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ആഴ്ന്നിറങ്ങിയിട്ട് ആ ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ബെസ്റ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ലിപ് സെറം 2 ടൈംസ് യൂസ് ചെയ്യണം. അതായത് മോർണിംഗും നമ്മൾ യൂസ് ചെയ്യണം, അതേപോലെ തന്നെ നൈറ്റിലും യൂസ് ചെയ്യണം. എന്തുകൊണ്ടാണ് സെറത്തിന് മറ്റു ക്രീമുമായിട്ട് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടാൻ കാരണം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, വളരെ ലൈറ്റ് ആയിട്ടുള്ള ടെക്സ്ചർ ആണ്. കണ്ടില്ലേ, ഒരു ലിക്വിഡ് കൺസിസ്റ്റന്റ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് തന്നെ അബ്സോർവ് ആയിട്ട് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടും. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ, ഈ ഒരു സെറത്തിൽ ആഡ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസിന്റെ ആ ഒരു ലിസ്റ്റ് മാറുന്നതോടൊപ്പം തന്നെ സെറത്തിന്റെ ആ ഒരു ബെനിഫിറ്റിലും ചേഞ്ചസ് വരും. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ, ഇതിലിപ്പം ആൽമണ്ട് ഓയിൽ ഉണ്ട്, അതേപോലെ തന്നെ ജോജോബ ഉണ്ട്, അവക്കാഡോ ഓയിൽ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ആ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ വരുന്നത് കൊണ്ടിട്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, ഹെൻസീഡ് ഒക്കെ ഇൻക്ലൂഡ് ആണ്. അപ്പോൾ നമ്മുടെ ലിപ്സ് നല്ലോണം ഒന്ന് പ്ലം ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ, നല്ലോണം നറിഷ്മെന്റ് നൽകുന്നുണ്ട്, ആ ഒരു സ്മൂത്ത്നെസ് ഒക്കെ നമുക്ക് നന്നായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവരിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ക്ലെയിം ചെയ്തിട്ടുണ്ട്, വിസിബിലി പ്ലം ആൻഡ് നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ലിപ്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ആൻഡ് ഓൾസോ ഡ്രൈനെസ് ചാപ്ഡ് ആയിട്ടുള്ള ആ ഒരു ലിപ്സും പിഗ്മെന്റേഷനൊക്കെ നമുക്ക് അതിനോടൊപ്പം തന്നെ റെഡ്യൂസ് ചെയ്യാനേ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ മെയിനായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ, ആ ഒരു ഇൻഗ്രീഡിയൻസിന്റെ ലിസ്റ്റ് മാറുന്നതിനനുസരിച്ച് നമുക്ക് ആ ഒരു സെറത്തിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റിലും ചേഞ്ചസ് വരും. ഡ്രൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പിഗ്മെന്റഡ് ആയിട്ടുള്ള ആ ഒരു ലിപ്സ്, ആ ഒരു ചാപ്നെസ് ഒക്കെ നമുക്ക് എങ്ങനെ പെട്ടെന്ന് ക്യൂർ ചെയ്യാം. അപ്പോൾ നമ്മൾ വീക്ക്ലി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോർമലി നമ്മൾ ഡേ ആൻഡ് നൈറ്റ് 2 ടൈംസ് മസ്റ്റ് ആയിട്ടും ലിപ് സെറം യൂസ് ചെയ്യുക. ലിപ് സെറം യൂസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ആ ഒരു ഇൻസ്റ്റന്റ് റിസൾട്ട് കിട്ടുള്ളൂ. അതോടൊപ്പം തന്നെ വീക്ക്ലി 2 ടൈംസ് നമുക്ക് ലിപ് സ്ക്രബും കൂടെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആക്ച്വലി ലിപ് സ്ക്രബ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, എക്സാക്ട്ലി പറയുകയാണെങ്കിൽ നമ്മുടെ ചുണ്ടിലൊക്കെ ഉണ്ടാവുന്ന ആ ഒരു ഡെഡ് സെൽസ് ഒക്കെ നമുക്ക് നല്ലോണം റിമൂവ് ചെയ്യാൻ, നമ്മുടെ ചുണ്ടിനെ ഒന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിപ് സ്ക്രബ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വീക്ക്ലി 2 ടൈംസ് ഒക്കെ ലിപ് സ്ക്രബ് യൂസ് ചെയ്യുക. അതോടൊപ്പം ലിപ് സെറം നമ്മൾ 2 നേരം ദിവസേന എല്ലാ ദിവസവും നമ്മൾ അപ്ലൈ ചെയ്തിരിക്കണം. അപ്പോൾ ആ ഒരു ഹൈഡ്രേഷൻ നിലനിർത്തും, മോയിസ്റ്റ് ഒക്കെ നല്ലോണം ഹോൾഡ് ചെയ്ത് നിർത്താനൊക്കെ ലിപ് സെറം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബെസ്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബ്രാൻഡ് ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ, ലിപ് സ്ക്രബിന്റെ കേസിൽ ജസ്റ്റ് ഹെർബിന്റെ ലിപ് സ്ക്രബ്സ് ഒക്കെ നല്ല ലിപ് സ്ക്രബാണ് കേട്ടോ. എക്സാക്ട്ലി 100% നാച്ചുറൽ ഓർഗാനിക് ഒക്കെ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. അതേപോലെ തന്നെ ഗ്രീൻ ആപ്പിൾ ഫ്ലേവർ ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. നമുക്ക് പല ഫ്ലേവേഴ്സിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് ഫ്ലേവേഴ്സ് തിരഞ്ഞെടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്ക്രബ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് നോർമലി അറിയാമല്ലോ. ജസ്റ്റ് ഒന്ന് കൈ ഒന്ന് വെറ്റ് ചെയ്യുക, അതിനുശേഷം നമ്മൾ കുറച്ച് നമ്മുടെ ലിപ് സ്ക്രബ് എടുക്കുക, എന്നിട്ട് മെല്ലെ നമ്മുടെ ലിപ്സിൽ അപ്ലൈ ചെയ്തിട്ട് ജെന്റിലി ഒന്ന് സ്ക്രബ് ഔട്ട് ചെയ്യുക. ദെൻ നമ്മൾ ഒരു എന്താ പറയുക, ക്ലോത്ത് വെച്ച്, വളരെ നൈസായിട്ടുള്ള ക്ലോത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വാഷ് ഓഫ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു സ്ക്രബിന്റെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്, നോർമലി സ്ക്രബ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യും, എക്സ്ഫോളിയേഷൻ നടന്നാലും. പക്ഷേ ഈ ഒരു സ്ക്രബ് യൂസ് ചെയ്യുമ്പം ആ ഒരു ഡ്രൈനെസ് ഇല്ല കേട്ടോ, നല്ലൊരു മോയിസ്റ്റ് കിട്ടുന്നുണ്ട്. എങ്കിലും നിങ്ങൾ ലിപ് ബാം യൂസ് ചെയ്തോ, അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ മസ്റ്റായിട്ടും നിങ്ങൾ ലിപ് ബാം യൂസ് ചെയ്യണമെന്നില്ല, അതിന് പകരം നമുക്ക് ഈ ഒരു ലിപ് സെറം യൂസ് ചെയ്താൽ മതി. ഒരു സ്ക്രബിങ് കഴിഞ്ഞിട്ട് നിങ്ങൾ ലിപ് സെറം യൂസ് ചെയ്താൽ മതി കേട്ടോ. ഇനിയിപ്പം ഓരോരുത്തരുടെ ആ ഒരു കൺസേൺ അനുസരിച്ചിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ലിപ് ബാം ഉള്ള ആൾക്കാരാണെങ്കിൽ ലിപ് ബാം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ മാക്സിമം ഇങ്ങനത്തെ സെറം വാങ്ങിച്ച് യൂസ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. എങ്കിലായിരിക്കും നമുക്ക് ആ ഒരു എക്സാക്റ്റ് ബെനിഫിറ്റ് കിട്ടുക. അപ്പോൾ ഈ ഒരു സെറത്തിന്റെ ബ്രാൻഡ് നോക്കുകയാണെങ്കിൽ ഗോഷ് ലൈഫിന്റെ ലിപ് സെറം ആണ് കേട്ടോ. അപ്പോൾ ഇതിലെ മെയിൻ എൻറിച്ച്മെന്റ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹെൻസീഡ്, ജോജോബ, കുറെ ഓയിൽസ് ഒക്കെ ഇൻക്ലൂഡ് ആണ്, അതേപോലെ തന്നെ അലോവേര ഒക്കെ ഇൻക്ലൂഡ് ആണ്. അതുകൊണ്ടിട്ട് തന്നെ ആ ഒരു സൂത്തനിങ് എഫക്റ്റ് ഒക്കെ കിട്ടും നമുക്ക്. എനിക്ക് തോന്നുന്നു അലോവേര ഇതിലില്ല കേട്ടോ, അലോവേര ഇല്ല. ഇതിൽ ആൽമണ്ട് ഒക്കെയാണ് ഉള്ളത്, അവക്കാഡോ ഒക്കെയാണ് കേട്ടോ ഉള്ളത്. അലോവേര ഉണ്ടെന്ന് സോറി കേട്ടോ, തെറ്റിപ്പോയി പറഞ്ഞാണ്.
അപ്പോൾ ഒരുപാട് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. അതേപോലെ തന്നെ പാരബൻ ഫ്രീ ഒക്കെ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ. പിന്നെ 100% നാച്ചുറൽ ഓർഗാനിക് ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ സ്ട്രോബെറിയുടെ ഫ്രാഗ്രൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ വളരെ അധികം ഇഷ്ടപ്പെടും. ആ ഒരു ഫ്രാഗ്രൻസ് വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റിയ ഒരു മെറ്റൽ ബോളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിരിക്കും. ഈ ഒരു ലിപ്സറം ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു മെറ്റൽ ബോളൊക്കെ ഉണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്യാൻ വളരെ ഈസിയാണ്. ആ ഒരു പ്രൊഡക്റ്റ് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ സിറം ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർവ് ആവുകയും ചെയ്യും. നോർമലി ക്രീം ഒക്കെ അപ്ലൈ ചെയ്യുന്ന ആ ഒരു സ്റ്റിക്കി ഫീൽ ഒന്നും ഇല്ല. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. എക്സാക്ട്ലി നമുക്ക് ആ ഒരു ബെനിഫിറ്റ് നൽകും. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, നമുക്ക് ആ ഒരു ഹെവി ഫീലും തോന്നുകയല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ലിപ് സെറമാണ് കേട്ടോ ഈ ഒരു ഗോഷ് ലൈഫിൻ്റെ. വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക. എക്സാക്ട്ലി നിങ്ങൾക്ക് ആ ഒരു റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടും. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് 410 രൂപയാണ്. അതേപോലെ തന്നെ 1 ഇയർ ഷെൽഫ് ലൈഫ് ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ നോക്കാം. അപ്പോൾ ആപ്ലിക്കേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ ഡെയിലി നമ്മൾ 2 പ്രാവശ്യം ലിപ് സെറം അപ്ലൈ ചെയ്യണം. അതായത് മോർണിംഗും നൈറ്റും അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇതേപോലെ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് നമ്മുടെ ലിപ്സിൽ നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുക. സെറം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ലിപ്സിൽ പെട്ടെന്ന് തന്നെ അബ്സോർവ് ആവും. അപ്പോൾ ഇതിൽ മെയിൻ എൻറിച്ച്മെൻറ്റ് ഹെംസീഡും ജോജോബ ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ലിപ്സൊക്കെ നല്ലോണം ഹൈഡ്രേറ്റ് ചെയ്യാനും ആ ഒരു ഡ്രൈനെസ്സും ചാപ്ഡ് ആയിട്ടുള്ള ലിപ്സൊക്കെ മാറാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുള്ളാണ്. ഹെംസീഡിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നല്ലോണം മോയ്സ്ചറൈസ് ചെയ്യും. അതേപോലെ തന്നെ ഹൈഡ്രേറ്റ് ചെയ്യാനും നമ്മുടെ ലിപ്സ് നറിഷ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇനിയിപ്പോൾ ജോജോബയിലേക്ക് വരികയാണെങ്കിൽ ജോജോബ ഓയിലും സെയിം ആ ഒരു ലിപ്സ് നല്ലോണം മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സേഫ് ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. അതേപോലെ തന്നെ ഡ്രൈ ആൻഡ് ചാപ്ഡ് ആയിട്ടുള്ള ലിപ്സൊക്കെ നമുക്ക് നല്ലോണം ചേഞ്ച് ചെയ്യാൻ പറ്റും. ഈ ഒരു ലിപ്സറത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മെറ്റൽ ബോൾ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ലിപ്സിൽ അപ്ലൈ ചെയ്യുമ്പം ആ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന കാര്യം വളരെ ഈസിയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിൽ ആ ഒരു പ്രൊഡക്റ്റ് എത്തപ്പെടും. സെറം എന്ന് വെച്ചാൽ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ലിക്വിഡ് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് ആണെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഈ ഒരു ലിപ്സറത്തിൽ ഹെംസീഡും ജോജോബ ഓയിലും മാത്രമല്ല ആൽമണ്ട് ഓയിൽ, അവക്കാഡോ ഓയിലൊക്കെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമുക്ക് നോർമലി അറിയാവുന്ന കാര്യമാണ് ഇതിലൊക്കെ ഫാറ്റി ആസിഡ്സും അതേപോലെ തന്നെ വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു ഹെൽപ്പ് കൊണ്ടിട്ട് നമ്മുടെ ലിപ്സ് നല്ലോണം നറിഷ് ചെയ്യാനും ഹൈഡ്രേറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ലിപ്സറം അല്ലെങ്കിൽ ലിപ്സറത്തിൻ്റെ ആ ഒരു ബെനിഫിറ്റ് എന്തുകൊണ്ടാണ് നമ്മൾ ലിപ്സറം മസ്റ്റാർഡിങ് യൂസ് ചെയ്യണം എന്ന് പറയാനുള്ള കാരണം എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആ ഒരു പിഗ്മെൻറ്റഡ് ഡ്രൈ അല്ലെങ്കിൽ ചാപ്ഡ് ഒക്കെ ആയിട്ടുള്ള ലിപ്സ് ആ ഒരു ഡ്രൈനെസ് ഒക്കെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം ഈ ഒരു ലിപ്സറം യൂസ് ചെയ്തിട്ടെന്നുള്ള ആ ഒരു ബേസിക് ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങളുടെ സപ്പോർട്ട് വേണം. സോ പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് കീപ് സപ്പോർട്ടിങ് മീ. താങ്ക് യു. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ.